സർവകലാശാലയിലും ഉത്തരക്കടലാസ് കാണാനില്ല എന്ന് പരാതി. വയനാട് ഓറിയന്റൽ കോളേജിൽ ഹോട്ടൽ ആൻഡ് മാനേജ്മെന്റ് കോഴ്സിന് പഠിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ പുനർമൂല്യനിർണ്ണയത്തിന് നൽകിയ ഉത്തരക്കടലാസാണ് കാണാതായത്. 6 മാസമായിട്ടും ഫലം വരാത്തതോടെ അന്വേഷിച്ചപ്പോഴാണ് ഉത്തരക്കടലാസ് കാണാനില്ല എന്നുള്ള വിവരം ലഭിച്ചതെന്ന് വിദ്യാർത്ഥിയുടെ മാതാവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ജൂൺ 29 റിവാലുവേഷന് കൊടുത്ത് 1 മാസം കഴിഞ്ഞിട്ട് ഒരു വിവരം കിട്ടാതായപ്പോൾ അവന് യൂണിവേഴ്സിറ്റി പോയി അന്വേഷിച്ച് അപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അതിന്റെ ശേഷം അവരെന്നെ ഒരു നമ്പർ കൊടുത്തിരുന്നു, ഇതിൽ വിളിച്ചു നോക്കിയാൽ പറഞ്ഞ് അവൻ ചോദിച്ചപ്പോൾ കൊടുത്ത് അതിൽ വിളിക്കുമ്പോൾ വേറെ നമ്പർ തരും, അവിടുന്ന് വിളിക്കുമ്പോൾ വേറെ നമ്പർ, അങ്ങനെ ഓരോ നമ്പറിൽ മാറി മാറി വിളിക്കും. അപ്പോഴൊക്കെ അങ്ങനെ ഒന്നും ആയിട്ടില്ല എന്നുള്ള വിവരമാണ് കിട്ടിയത്. ഇവനാണെങ്കിൽ പിന്നെ ഇത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഒരു ജോലിയും ശരിയായിട്ടില്ലായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി പോയി അന്വേഷിച്ച് അപ്പോഴും ഇതേ മറുപടിയാണ് അവിടുന്ന് കിട്ടിയത്. പിന്നെയും അവരൊരു നമ്പർ തന്ന ആ നമ്പറിൽ വീണ്ടും നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കണ്ടെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ഓരോ നമ്പറിൽ അവർ ഓരോ നമ്പർ മാറി മാറി ഇതല്ല വേറെ നമ്പർ എന്ന് പറയും. അങ്ങനെ പറയുന്ന നമ്പറിലൊക്കെ നമ്മൾ വിളിച്ചു നോക്കി, എന്നിട്ടൊന്നും ഈ നല്ലൊരു വിവരം നമുക്ക് കിട്ടിയില്ല. അതിൻ്റെ ശേഷം ഒരു 6 മാസം ആയി. അപ്പോഴാണ് എനിക്ക് വിവരം കിട്ടിയത്. ഞാൻ ആ പേപ്പർ റിവാലുവേഷന് കൊടുത്ത് ആ പേപ്പർ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം അറിയാൻ പറ്റിയത്. കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, കേരള സർവകലാശാലയുടെ ഇതിന് സമാനമായി ഇപ്പോഴത്തെ കാലിക്കറ്റ് സർവകലാശാലയിലും പരാതികൾ ഉയരുകയാണ്. ഇത് റീവാലുവേഷന് കൊടുത്ത പേപ്പറാണ് ഇവിടെ കാണാതായിട്ടുള്ളത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജയലക്ഷ്മി, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ ഉത്തരക്കടലാസ് ചോരുക എന്നത്. ഇതിപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ കഴിഞ്ഞ വർഷം ജൂണിലാണ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന്റെ 4th ഇയറിന്റെ ഒരു പേപ്പർ ഈ വിദ്യാർത്ഥി ഓറിയന്റൽ കോളേജിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥി പുനർമൂല്യനിർണ്ണയത്തിനായി സമർപ്പിക്കുന്നത്. ജൂണിലായിരുന്നു സമർപ്പിച്ചത്. സാധാരണഗതിയിൽ ഒരു 6 മാസത്തിനൊക്കെ ഇതിന്റെ ഫലം പുറത്തു വരേണ്ടതാണ്. പുനർമൂല്യനിർണ്ണയത്തിന് അത്രയും ചുരുങ്ങിയ സമയമാണ് സാധാരണഗതിയിൽ എടുക്കാറുള്ളത്. പക്ഷേ 6 മാസത്തിനിടയ്ക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടാവാത്ത പക്ഷം ഈ വിദ്യാർത്ഥി നിരന്തരമായിട്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഒരു കൃത്യമായ മറുപടി അവരുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. റിസൾട്ട് വരുന്നതിനെ കുറിച്ചൊന്നും അവർ പറഞ്ഞില്ല. പിന്നീട് ഈ വിദ്യാർത്ഥി അവർ വിദേശത്തൊരു ജോലി തരപ്പെടുത്തി വിദേശത്തേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഈ വർഷം ജനുവരിയിൽ ഈ കുട്ടിയുടെ മാതാവ് തന്നെ, ഈ വിദ്യാർത്ഥിയുടെ മാതാവ് തന്നെ നിരന്തരമായി ബന്ധപ്പെട്ടിട്ടും വിവരമില്ലാതായതോടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷനിൽ ബന്ധപ്പെട്ടു. അവിടെ നിന്നാണ് പരിശോധിച്ച സമയത്ത് ഈ കുട്ടിയുടെ ഹോട്ടൽ ആൻഡ് മാനേജ്മെന്റിന്റെ റിവാലുവേഷന് കൊടുത്ത പുനർമൂല്യനിർണ്ണയത്തിന് കൊടുത്ത ഉത്തര പേപ്പർ കാണാനില്ല എന്ന് അവരിൽ നിന്ന് തന്നെ മറുപടി ഈ മാതാവിന് ലഭിക്കുന്നത്. അതിനുശേഷം ഈ കാലിക്കറ്റ് സർവകലാശാല VC പോയി ഇവർ കാണുന്നുണ്ട്, VC യോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. VC ഇത് അന്വേഷിച്ച് നടപടി എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ പുനർമൂല്യനിർണ്ണയത്തിന് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. 8 മാസം കഴിഞ്ഞിട്ടും ഇവരുടെ ഫലം പുറത്തു വന്നിട്ടില്ല. ഈ ഉത്തരക്കടലാസ് പോയതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ഇവരുടെ മാതാവിനോ അതുപോലെ ഈ വിദ്യാർത്ഥിക്കോ ലഭിച്ചിട്ടില്ല എന്നാണ് ഈ മാതാവ് ഒരു പരാതിയായി ഉന്നയിക്കുന്നത്. നേരത്തെ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് യോഗത്തിലടക്കം ഈ കാലിക്കറ്റിലെ ഉത്തരക്കടലാസ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നതാണ്. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ കഴിഞ്ഞ 2 വർഷത്തിനിടെ 400-ൽ പരം ഉത്തരക്കടലാസുകൾ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് നമുക്ക് ഇപ്പോൾ ഡോക്ടർ റഷീദ് അഹമ്മദ്, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ, ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ റഷീദ് അഹമ്മദ്, ഇത്തരത്തിൽ കുട്ടികളുടെ പ്രതീക്ഷയാണ്, അവരുടെ ഭാവിയാണ് ഈ പരീക്ഷകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലും സമാനമായ രീതിയിൽ വിദ്യാർത്ഥിയുടെ പരീക്ഷാ പേപ്പർ കാണാനില്ല, റിവാലുവേഷൻ നൽകിയ പേപ്പറാണ് കാണാനില്ല. എന്താണ് നിങ്ങളുടെ വിശദാംശം ഇതിൽ? ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടത്തിലാക്കുന്ന ഒരു സംഭവമാണ്. അവരുടെ അക്കാദമിക പുരോഗതിയും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുന്നുണ്ട്. ധാരാളം കുട്ടികൾ മാനസിക പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കാലിക്കറ്റിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് നിശ്ചയിക്കുന്നതിൽ അപാകത സംഭവിക്കുന്നുണ്ട്. എല്ലാവരും പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. പരീക്ഷാ ഭവനിലെത്തിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ ഭവനിലെത്തി ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് അതിന് ഉത്തരവാദികളായ ആളുകൾ ആരാണെന്ന് കൃത്യമായി അന്വേഷിക്കാനോ അതിന് പരിഹാരം കാണാനോ ഇതുവരെ യാതൊരു ശ്രമവും അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സംവിധാനം, വലിയൊരു കെട്ടിട സമുച്ചയം യൂണിവേഴ്സിറ്റി ചെയ്തിരുന്നു. ഏകദേശം 25 കോടി രൂപ ചെലവഴിച്ച് ഒരു
ഓട്ടോമാറ്റിക് സ്റ്റോറേജ് റിട്രൈവൽ സിസ്റ്റം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ഉപകാരവും ഈ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് റിട്രൈവൽ സിസ്റ്റം കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അപാകതയാണ് ഇതിന് കാരണം. ഇതിന് പിന്നിൽ ഏതെങ്കിലും ഉത്തരക്കടലാസുകൾ അവിടുന്ന് കൊണ്ടുപോയി നശിപ്പിക്കുന്ന ഒരു മാഫിയ സംഘം ഇതിന് പിറകിലുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായി. ശരി ഡോക്ടർ റഷീദ് അഹമ്മദ് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.